വണക്കം. ഇറാനും ഇസ്രയേലും സൗദിയും ഒമാനും കുവൈറ്റും ബഹ്റിനും UAEയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നമ്മുടെ പ്രിയദർശൻ സിനിമയിലെ പോലെ അടിച്ച് ഇടിച്ച് കടിച്ച് പറിച്ച് വലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇസ്രയേലാണെങ്കിൽ നിരന്തരം കടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രയേലിനെ നേരിടാൻ ഇപ്പോൾ ഇതാ പുതിയ സംഘം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ വാർത്തയടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചിലൊരു കാളനായിരുന്നു. ഇതാരാണ് ഈ പുതിയ സംഘം? ഇസ്രായേലിനെ കിട്ടുകിട്ട വിറപ്പിക്കാൻ അവരെത്തുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കി അത് മറ്റാരുമല്ല, ഹിസ്ബുള്ളയാണെന്ന്. ഹിസ്ബുള്ള അടിക്കാനായിട്ട് ഇസ്രായേലിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഹിസ്ബുള്ളയോട് വിശകലന വിദഗ്ധർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല, ഈ ഖമനേയി മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അടിച്ചുകൂടായിരുന്നു? കാരണം ഈ ഖമനേയി പെറ്റു വളർത്തുന്ന ഒരു സ്ഥാപനമാണല്ലോ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഇതിന് മറ്റ് ബ്രാഞ്ചുകളില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഖമനേയി പെറ്റു വളർത്തുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടും ഇറാൻ്റെ പ്രോക്സി സംഘടനയായതുകൊണ്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ വരാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഹിസ്ബുള്ളയിൽ നിന്ന് ലഭിച്ച വിവരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഹിസ്ബുള്ളയെ അടിച്ചു തൊലച്ചായിരുന്നു ഇസ്രായേൽ. അങ്ങനെ അടിച്ചു തൊലച്ച ഹിസ്ബുള്ളയാണെങ്കിൽ ശോഷിച്ചുപോയി. അങ്ങനെ ശോഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അടികൊള്ളാൻ വയ്യ, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇതിലോട്ട് വരാത്തത് എന്നാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. പിന്നെ എന്ത് ഇപ്പോൾ ഇറങ്ങിയത്, അടികൊള്ളാനാണോ ഇറങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ വിശകലന വിദഗ്ധർ അവിടെയും വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഹിസ്ബുള്ള ഇപ്പോൾ ദുർബലപ്പെട്ടിരിക്കുകയാണെങ്കിലും ഇറാൻ്റെ പ്രോക്സി ആണല്ലോ, ഖമനേയി ആണെങ്കിൽ അവന്മാർ തട്ടിക്കളഞ്ഞു. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ ഇറാൻ നമ്മളെ അടിച്ചു തൊലയ്ക്കാനുള്ള സാധ്യതയുണ്ട്, ആ ബന്ധം ഉലയാനുള്ള സാധ്യതയുണ്ട്. ഭീകരവാദ ബന്ധങ്ങൾ ഉലഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉലഞ്ഞു കഴിഞ്ഞാലുള്ള പോലെ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ ബോംബ് വാരിയിടും. രാജ്യങ്ങൾ ബന്ധങ്ങൾ ഉലഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാം, പിന്നെ ആണെങ്കിൽ ഉപരോധം ഒക്കെ വരും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാം. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് വാരി ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ള ഞങ്ങളിതാ വരുന്നടാ എന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് ചാറ എന്ന് മിസൈലുകൾ അയക്കുന്നു. ഇസ്രായേലാണെങ്കിൽ ലെബനോനിൽ സൈന്യത്തിന് ഇറക്കി ഹിസ്ബുള്ളയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആക്രമണം, അതായത് ഒരേ സമയം രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാനിലും ലെബനോനിലും ഒരുമിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മറ്റാരും അറിയാതെ, അതായത് നമ്മുടെ ചാക്കോ മാഷിൻ്റെ 101 പവനിടയിൽ തോമാച്ചായൻ്റെ ഈ നെക്ലസ് മുക്കിക്കളയിലെ മക്കളെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ അഫ്ഗാനിസ്ഥാനെ അടിച്ചുരുട്ടുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വന്നിട്ടുള്ളത്. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പാകിസ്ഥാനെ അടിക്കുമ്പം പാകിസ്ഥാനിൽ നിന്ന് ഉയരുന്ന നിലവിളി ആനന്ദദായകമാണ്. എന്നിരുന്നാലും അവന്മാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെ പിറകിൽ ഇന്ത്യയാണ് എന്ന് അവന്മാർ നിരന്തരം പറയാം. പക്ഷെ നമ്മളതൊന്നും അംഗീകരിച്ച് കൊടുത്തിട്ടില്ല. നമ്മൾ അങ്ങനത്തെ തെണ്ടിത്തരമൊന്നും കാണിക്കില്ല. നമ്മൾ അടിക്കുന്നെങ്കിൽ നേരിട്ട് തന്നെ അടിക്കും. അല്ലാതെ ബാക്കിയുള്ള രാജ്യങ്ങൾ കാണിക്കുന്നത് പോലെ പ്രോക്സികളെ ഇറക്കി കളിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് എന്നാണ് കൃത്യമായിട്ട് ഇന്ത്യ എല്ലാവർക്കും കൊടുക്കുന്ന സന്ദേശം. അഫ്ഗാനിസ്ഥാൻ്റെ പിറകിൽ ഇന്ത്യയാണ് എന്ന് കാണിക്കാനുള്ള തെളിവുകളൊന്നും ആർക്കുമില്ല. പക്ഷേ ആ അടിയുടെ മോഡസ് ഓപ്പറാണ്ടി നോക്കിക്കഴിയുമ്പോൾ ചില തെലുങ്ക് സിനിമകളിലൊക്കെ ഈ നായകന്മാർ വില്ലന്മാരെ അടിച്ചുരുട്ടുമ്പോൾ ഡോക്ടർ ഇങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറയും, ഇത് സാധാരണ ആൾ അടിച്ച അടിയല്ല, ഈ അടി കണ്ടാലറിയാം ഇത് മറ്റേ ലവൻ അടിച്ച അടിയാണെന്ന്, ദശമൂലം ദാമു അടിച്ച അടിയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെ അഫ്ഗാനിസ്ഥാൻ അടിക്കുന്ന അടി കണ്ടു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ പിറകിൽ ഇന്ത്യയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ അടിച്ചു തുലച്ച വ്യോമത്താവളങ്ങളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ വീണ്ടും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോർഖാൻ എന്ന് പറയുന്ന ഒരു വ്യോമത്താവളം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഓമാരി ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാനായിട്ട് വലിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിനെ അതിനെ അടിച്ചു തുലച്ച് ഇന്ത്യ ആദ്യം ഡമ്മി മെസ്സേജ് അയച്ച്, അപ്പോൾ അവന്മാർ പറഞ്ഞു ഒരെണ്ണം അടിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ അടിച്ചപ്പോൾ ഡമ്മി മെസ്സേജിനെ അടിച്ചിട്ടപ്പോൾ കൃത്യമായിട്ട് അവന്മാർ വ്യോമപ്രതിരോധ സംവിധാനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ നമ്മൾ ഒറിജിനൽ മെസ്സേജ് അയച്ച് അതിനെയൊക്കെ തപ്പടി കൂടിയാക്കി കളഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതേ വ്യോമത്താവളം അവന്മാരിപ്പം ദ്രുതഗതിയിൽ എന്ത് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അതിനെ അടിച്ചു തുലച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ. അല്ല, അഫ്ഗാനിസ്ഥാൻ കറക്റ്റ് അവിടെ തന്നെ അടിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയിൻസിഡൻസ് അല്ലാതെ വേറെ അതിനകത്തൊന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് തെളിയിക്കാനുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും ഇന്ത്യ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഹൈ ടെൻഷൻ മൂഡിലെടുത്തിരിക്കുന്ന ചില നിലപാടുകളുണ്ട്. S-400 ഒരു 5 എണ്ണം കൂടെ നമുക്ക് വേണമെന്ന് പറഞ്ഞ് ദ്രുതഗതിയിൽ റഷ്യയിലോട്ട് വച്ച് പിടിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഉടനെ തന്നെ നമ്മൾ കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഈ ഒരു ഹൈ ടെൻഷൻ മോഡ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിർത്തിയിൽ വിന്യസിക്കാനല്ല നമ്മൾ S-400 എടുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സുദർശന ചക്രത്തിൽ, അതായത് വ്യോമപ്രതിരോധ സംവിധാനമുണ്ടല്ലോ, ഗോൾഡൻ ഡോം പോലെയുള്ള നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ ആഡ് ചെയ്യാനാണ് എത്രയും പെട്ടെന്ന് 5 എണ്ണം നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി റഷ്യയെ ഇന്ത്യ സമീപിച്ചിരിക്കുന്നത് എന്ന വാർത്തകളും ഇതിനിടയ്ക്ക് പുറത്തു വരുന്നുണ്ട്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനിടയിൽ പാകിസ്ഥാൻ ഒരു കാര്യം മണത്തറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് സർദാരി തന്നെ അവിടെ ഇരുന്ന് പറയുകയാണ്, എടേ ഇന്ത്യയുടെ പോക്ക് ശരിയല്ല, നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അതിർത്തിയിൽ ഭയങ്കരമായിട്ടുള്ള സന്നാഹങ്ങളൊക്കെയാണ് കൊണ്ട് നിരത്തുന്നത്. മോദി ഇസ്രയേലിലേക്ക് പോകുന്നു, ഇസ്രയേലിലേക്ക് പോയി തിരിച്ചിറങ്ങി ഉടനെ തന്നെ ഇസ്രയേൽ ചറ എന്ന് അടി തുടങ്ങുന്നു. ആ മോദി ഇസ്രയേലിലേക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പേ അതിർത്തിയിൽ വന്നിട്ട് ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സൈനികാഭ്യാസമാണ് ഇന്ത്യ നടത്തുന്നത്. അതും പാകിസ്ഥാന് എത്തും പിടിയും കിട്ടാത്ത സൈനികാഭ്യാസമാണ് നടത്തിയത്. അവിടെ ഞോട്ടാൻ പ്രഖ്യാപിക്കുന്നു, ഇവിടെ ഞോട്ടാൻ പ്രഖ്യാപിക്കുന്നു, മിസൈലുകൾ ചറവറ പായുന്നു. ഇന്ത്യൻ ജനതയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ സംതിങ് ഫിഷി, അതായത് അസീം മുനീർ നമ്മുടെ ഷഹബാസ് ഷെരീഫ് കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരുന്ന് പറഞ്ഞത് അമ്മാമേ സംതിങ് ഫിഷി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ശരി പോടാ, നമ്മുടെ പിറകെ അമേരിക്ക ഉണ്ടല്ലോ, അമേരിക്ക നമ്മുടെ പിറകെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലും കൂടെ കയറി അടിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഇറാന് സപ്പോർട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ അസീം മുനീറിൻ്റെ ആസനത്തിൽ കുന്തം കയറ്റാനായിട്ട് പാകിസ്ഥാനിലുള്ള ജനത മൊത്തത്തിൽ ഇറങ്ങി. കാരണം മുസ്ലിംസും തമ്മിലുള്ള ഒരു കേസാണല്ലോ. അതുകൊണ്ട് അമേരിക്ക ഇറാനെ അടിക്കുമ്പോൾ നീയൊക്കെ വെറുതെ ഇരിക്കുമല്ലോടാ റാസ്കലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ US എംബസിയിലേക്ക് ഇവന്മാർ വച്ച് പിടിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. US അവന്മാരെ നെഞ്ചത്തിട്ട് പൊട്ടിച്ച്, US എംബസിയിലേക്ക് കയറി അവന്മാർ വെറുതെ ഇരിക്കില്ലല്ലോ, നെഞ്ചത്തിട്ട് പൊട്ടിച്ച് ഏകദേശം ഒരു 50 പേര് പടവായി എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. പാകിസ്ഥാനിലും അമേരിക്കയിട്ട് പൊട്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമെല്ലാം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അമേരിക്കയെ അടിച്ച് ഇപ്പോൾ അപ്പുറത്ത് കിടന്ന് അഫ്ഗാനിസ്ഥാനും അടിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയും കൂടെ അടിച്ചാലുള്ളൊരു സാഹചര്യം എന്തായാലും ഒന്നും ആവില്ല, അത് ഭൂപടത്തിൽ നിന്ന് നമ്മളങ്ങ് മാഞ്ഞിപ്പോവും. അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പാകിസ്ഥാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ രഹസ്യ നീക്കം മണത്തറിഞ്ഞ് സർദാരി അവിടെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഉടനെ തന്നെ പാകിസ്ഥാനിൽ വലിയ കോളക്കം സൃഷ്ടിക്കുന്നു. അസീം മുനീറിന് ചറപറ കോളുകൾ വരുന്നു. ഷഹബാസ് ഷെരീഫ് ബംഗറിൽ നിന്നുകൊണ്ട് പല ചരട് വലികളും നടത്തുന്നു. എന്തിനാണെന്ന് പറഞ്ഞാൽ അടിക്കാതിരിക്കാനുള്ള ചരട് വലികളാണ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് അവകാശപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി തിങ്കളാഴ്ച നടത്തിയ പ്രസ്താവന ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ഇടനാഴികളെ പിടിച്ചു കുലുക്കി എന്നാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ന്യൂഡൽഹി പിന്മാറാനും ഉഭയകക്ഷി ചർച്ചകളിലേക്ക് മടങ്ങാനും അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കിടയിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യൻ നേതാക്കൾ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പറയുന്നു. പ്രാദേശിക സമാധാനത്തിന്റെ ആജീവനാന്ത വക്താവെന്ന നിലയിൽ ഞാനിത് ശുപാർശ ചെയ്യില്ല. ഇസ്ലാമാബാദ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എടേ നമ്മളതിനെ അടിച്ചില്ലല്ലോ, ഒന്ന് പേടിപ്പിച്ചല്ലേ ഉള്ളൂ, അതിനു മുമ്പേ നീയൊക്കെ ചർച്ചയ്ക്ക് തയ്യാറായ, അത് കൊള്ളാലോ എന്നാണ് ഇന്ത്യ കൃത്യമായി വിലയിരുത്തിയിരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് പറയണം. അടിയില്ല പിടിയില്ല, ഇവിടെയുള്ള ജനങ്ങൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു സൂചനയില്ല. അപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് സർദാരി അവിടെ നിന്ന് പറയുകയാണ് ഇന്ത്യ യുദ്ധത്തിന് വരാൻ പോവുകയാണ് കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എന്ന് പറയുകയാണ്. അതിനിടയിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യ യുദ്ധത്തിന് വരാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അസീം മുനീർ 2-3 പ്രസ്താവനകൾ ഇറക്കേണ്ടതാണ്. വരട്ടെ, അവൻ ബെൻസാണ്, ഞങ്ങൾ ബെൻസ് ലോറിയാണ്, നമ്മൾ ഇടിച്ച് അവൻ താങ്ങൂല. ഷഹബാസ് ഷെരീഫ് അപ്പുറത്ത് കിടന്ന് തുള്ളിച്ചാടേണ്ടതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ യുവമാർ വന്ന് പറഞ്ഞിരിക്കുന്നത് അടിക്കരുത്, ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പം തന്നെ അടി കൊണ്ട് നൂന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അഫ്ഗാനിസ്ഥാൻ്റെ അടിയാണെങ്കിൽ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ഉമാരി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്രശ്നത്തിനുമില്ല, ഞങ്ങൾ വെറുതെ വരണം, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്ന സാഹചര്യം നോക്കൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതൊരു വലിയൊരു റിപ്പോർട്ടാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ അടിച്ചില്ല, ഒന്ന് പേടിപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുകയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നൊരു സാഹചര്യം. അത് ഇന്ത്യയിൽ നിൽക്കുന്ന ശക്തമായിട്ടുള്ള നേതൃത്വത്തിൻ്റെ പവറാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ ഇവന്മാർ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അടികൊള്ളും മുമ്പേ ഇന്ത്യയോട് വന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല. അവിടെയാണ് നമ്മുടെ നേതൃത്വത്തിൻ്റെ മറ്റൊരു പവർ എന്ന് പറയുന്നത്. നമ്മൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിക്കറ്റും കണ്ട് സഞ്ജു സാംസൺ അടിച്ച് കീറുന്നതും കണ്ട് പോപ്കോണും തിന്ന് ചായയും കുടിച്ച് വൈകുന്നേരം അപ്പോൾ കപ്പയും മീൻകറിയൊക്കെ തിന്ന് നല്ല അന്തസ്സായിട്ട് ഇറാനും അമേരിക്കയും റഷ്യയും ഒക്കെ ആയിട്ടുള്ള യുദ്ധമൊക്കെ കണ്ട് നമ്മുടെ ദിവസം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് തന്നെയായിരുന്നാലും പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. യുദ്ധവേദിയിൽ നിന്ന് മാറി അർത്ഥവത്തായ ചർച്ചാമേശകളിലേക്ക് മാറുക എന്നതാണ് എനിക്ക് അവരോടുള്ള സന്ദേശം. കാരണം പ്രാദേശിക സുരക്ഷയ്ക്കുള്ള ഏകമാർഗം അതാണല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. സിന്ധു നദീജല ഉടമ്പടിയിലെ ന്യൂഡൽഹിയിലെ നിലപാടിനെ ഞാൻ അംഗീകരിക്കുന്നില്ല, അതൊന്നും മാറ്റണം. കാരണം ഇവിടെ വെള്ളമില്ല, 60% കൃഷി നമ്മുടെ ഇവിടെ നശിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വെള്ളം കിട്ടാതെ ചാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. മരിക്കാൻ കിടക്കുമ്പോൾ ഇല്ലോളം വെള്ളം വാക്കിയാൽ തിറ്റിച്ച് തരാനെങ്കിലും വേണമല്ലോ എന്നാണ് കൃത്യമായിട്ട്
പാക് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ ജലഭീകരതയുടെ ലളിതമായിട്ടുള്ള പ്രവൃത്തി. നേരത്തെ ഒമാരി പറഞ്ഞിരുന്നത് ജലഭീകരതയാണിത്, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ വാട്ടർ ബോംബാണ്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞ് ലളിതമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ജലഭീകരതയുടെ. ഇനി കുറച്ചുകൂടെ ഒന്ന് കടുപ്പിച്ച് കഴിഞ്ഞാൽ ജലഭീകരതയല്ല, ഇനി വെള്ളം വിട്ടു തരണം എന്ന് പറഞ്ഞ് കാലും കൈയും പിടിക്കേണ്ട ഒരു സാഹചര്യം എത്തും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ജമ്മു കശ്മീരിലെ ജനങ്ങൾക്ക് നയതന്ത്രപരവും ധാർമ്മികവുമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകാൻ ഇസ്ലാമാബാദ് തയ്യാറാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. കശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ ദക്ഷിണേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനാകില്ല എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇയാൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ജമ്മു കശ്മീർ പ്രശ്നം പരിഹരിക്കാം എന്ന് ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ആ പാക് അധീന കശ്മീർ ഇങ്ങോട്ട് തന്നാൽ മതി. ഇതിൽ കൂടുതലൊരു ചർച്ച അതിനകത്തില്ല എന്നാണ് ഇന്ത്യ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഏത് നിമിഷവും അടിക്കുമെന്ന് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാൻ പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാർ വാ തുറന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അതായത് സൈലൻസിൽ പ്രവർത്തിക്കുക, നമ്മുടെ ഗർജനമാണ് അവരെ ആകുലപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലവിലത്തെ പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യ സൈലൻസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 140 കോടി ജനതയുടെ സുരക്ഷ മാത്രമേ നമ്മൾ കണക്കിലെടുക്കുന്നുള്ളൂ. വേറെ എവിടെയൊക്കെ ഏവൻ ചത്താലെന്ത്, കൊന്നാലെന്ത്, അടിച്ചാലെന്ത്, പിടിച്ചാലെന്ത് എന്നുള്ളൊരു നിലപാടിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി.